എടോ സരിൻ, നീ പറഞ്ഞ മലപ്പുറമുണ്ടല്ലോ, ആ മലപ്പുറത്തൊരു പെൺകുട്ടിയാണ് ഇപ്പൊ ഒരു നക്ഷത്രം കണ്ടെത്തിയത്. എടോ സരിൻ, നീ അറിയണം, ഇങ്ങനെ വീടിനകത്ത് അടച്ചിട്ട മലപ്പുറത്തെ ഒരു പെൺകുട്ടിയാണോ ഇപ്പോൾ വിമാനം പറത്തുന്ന പൈലറ്റായത്. ഞാൻ എന്റെ നാട്ടില് ലീഗുകാരല്ലാത്ത എല്ലാവരോടുമുള്ള ഒരു ചോദ്യമാണ്. ലീഗുകാരല്ലാത്ത എല്ലാവരോടും ഞങ്ങൾ തിരുത്താനാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നിർത്താനുമാണ്. തിരുത്താൻ മാത്രമല്ല, നിർത്താനുമാണ്. ഞങ്ങൾ എന്നെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ, നിങ്ങളുടെ ജാതിയുടെ പേരിൽ, നിങ്ങളുടെ മതത്തിന്റെ പേരിൽ നിങ്ങൾക്ക് നൽകേണ്ട ഒരു അവകാശം, നിങ്ങൾക്ക് നൽകേണ്ട ഒരു ആനുകൂല്യം, നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു അവകാശം ഞങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ ഞങ്ങൾ ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കും. 15 വർഷമായി ഞങ്ങൾ നടത്തിയ വികസനം നിങ്ങൾക്ക് കാണാം. ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ആളുകളുടെ ബോർഡ് പോലും കെട്ടിവെച്ചിട്ടുള്ളത് UDF ഭരിക്കുന്ന കൊണ്ടുവന്ന ഐമാസ് ലൈറ്റിന്റെ പോസ്റ്ററുകളാണ്. കൊടി കെട്ടുന്നത് ആ പോസ്റ്റില്, പോസ്റ്റ് ഒട്ടിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിന്റെ മുകളിൽ. സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല, അവരെ ഏതോ ഒരു സ്വർഗത്തിന് വേണ്ടി ലീഗുകാർ ഇങ്ങനെയൊക്കെ ഇരുത്തിക്കുകയാണ് എന്ന രീതിയിലാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിക്കുകയാണ്. ഈ വിശ്വാസികൾക്കിടയിൽ, മതവിശ്വാസികൾക്കിടയിൽ, അത് ഹിന്ദു മതമാകാം, ഇസ്ലാം മതമാകാം, ക്രൈസ്തവ മതമാകാം, ഏതു മതമാകാം, ഇനി മതമില്ലാത്തവരുമാകാം, മനുഷ്യർക്കിടയിൽ സംഘർഷ മനസ്ഥിതി ഉണ്ടാക്കുവാൻ പച്ചക്ക് വർഗീയത പറയുന്ന സരിന്റെ നിലപാട് അത് CPM നേതൃത്വത്തിന്റെ നിലപാടാണോ എന്ന് CPMന്റെ നേതൃത്വം വ്യക്തമാക്കണം. ലോക്കലല്ല കേട്ടോ, ലോക്കൽ കമ്മിറ്റിക്കാരല്ല, CPMന്റെ നേതൃത്വം പറയണം. CPM നടത്തിയ ഈ പ്രസ്താവന ഈ മനുഷ്യർക്കിടയിൽ, ഈ നാടിന്റെ മതേതര കാഴ്ചപ്പാടിനിടയിൽ സംഘർഷമുണ്ടാക്കാൻ വേണ്ടി സരിൻ നടത്തിയ ഈ പ്രസ്താവന CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണോ എന്ന് അവർ വ്യക്തമാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഈ പഞ്ചായത്തിലൊക്കെ ഇപ്പോ ആളുകൾക്ക് ഫണ്ട് കൊടുക്കുന്നത് ആളുകളുടെ എങ്ങനെയാ അത് പറയാ, ഞങ്ങൾ ഒഴിച്ചുകൊണ്ടുപോയി പരിശോധിച്ച ശേഷമാണെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ആളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒക്കെ പരിശോധിച്ച് വ്യക്തമായിട്ട് അങ്ങനെയാണ് അത്രേ ഫണ്ട് കൊടുക്കുന്നത്. സത്യം അസി പറയുമ്പോ പിന്നെ അത് കുറച്ചും കൂടി വൈകാരികമായി പറയേണ്ട കാര്യമാണ്. ആ പ്രസംഗിക്കുന്ന സമയത്ത് നെടുങ്കോട്ടൂർ ശിവക്ഷേത്രത്തിന്റെ മുമ്പിലെ റോഡ് കോൺക്രീറ്റ് നടക്കുക, കട്ട വിരിക്കുക അല്ലേ. ഞാനിവിടുത്തെ നല്ല മനുഷ്യരോടൊരു ചോദ്യം ചോദിക്കാം. 15 വർഷം ഞങ്ങൾ 15 വർഷം ഭരിച്ചു, അതിനു മുൻപ് ഞങ്ങൾ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട മുഹമ്മദ് കുട്ടിയാജി ഭരിക്കുന്ന സമയത്ത് ഞാൻ ആ ബോർഡിലുണ്ട്. അതിനുശേഷം 17 വർഷത്തിൽ അവസാനത്തെ 5 വർഷം ഞാൻ അദ്ദേഹത്തിന്റെ ബോർഡിലുണ്ട്. പിന്നീട് 5 വർഷമാണ് CPM ഇവിടെ ഭരിച്ചത്. പിന്നീട് 5 വർഷം എന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഉണ്ടായി. പിന്നീട് 5 വർഷം ശാരദ എന്ന് പറയുന്ന സഹോദരിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി ഉണ്ടായി. പിന്നീട് 5 വർഷം പ്രിയപ്പെട്ട MT മുഹമ്മദ് അലിക്കയുടെയും അസീസിന്റെയും നേതൃത്വത്തിൽ ഭരണസമിതി ഉണ്ടായി. ആ ഭരണസമിതിയുടെ സമയത്ത് എപ്പോഴെങ്കിലും ഞാൻ എന്റെ മുൻപിൽ ഒരു ലീഗുകാരൻ വന്നാൽ അയാളുടെ കാര്യമല്ല ആദ്യം കേൾക്കുക, ലീഗുകാരനല്ലാത്തവന്റെ കാര്യമാണ്. എന്റെ മുമ്പിൽ സ്വസമുദായത്തിൽ ഒരാൾ വന്നാൽ ആദ്യം അവന്റെ കാര്യമല്ലേ കേൾക്കുക, സഹോദര സമുദായത്തിന്റെ പ്രശ്നം കേൾക്കാനാ ഞങ്ങളൊക്കെ മനസ്സ് കാണിക്കുക. അത് ഞങ്ങൾക്കുണ്ടായത് എങ്ങനെയാണെന്ന് ഈ സരിൻ അറിയില്ല. എനിക്കതുണ്ടായത് എന്റെ വിശ്വാസത്തിൽ നിന്നാണ്. അത് പറയാൻ എനിക്കൊരു മടിയുമില്ല, എന്റെ വിശ്വാസത്തിൽ നിന്നാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് പ്രവാചകന്റെ പ്രകീർത്തനം ഉറക്കെ പറയുക മാത്രമല്ല, അയൽവാസിയുടെ ജാതി നോക്കാതെ, മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ അവരെ സഹായിക്കേണ്ടതാണ് എന്റെ ബോധ്യം എന്നുള്ളതിൽ നിന്നാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്യും. നിങ്ങളിവിടെ ഇങ്ങനെ കൊടപിടിക്കാൻ വരുന്ന സഖാക്കളോട് സ്വകാര്യമായി ചോദിച്ചാൽ അറിയാൻ പറ്റും. എപ്പോഴെങ്കിലും ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച CPM മെമ്പർമാരോട്, ഇന്നലെ ഈ പ്രസംഗിക്കുന്നയാളുടെ ഇടവും വലവും നിൽക്കുന്നവർ, സുന്നത്തും ഇല്ലാത്തവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞങ്ങൾ എപ്പോഴെങ്കിലും എന്നെങ്കിലും ജാതി, മതം, രാഷ്ട്രീയം നോക്കി നിങ്ങൾക്ക് നൽകേണ്ട ഒരു നീതി ഉണ്ടല്ലോ, ആ നീതിയെ ഞങ്ങൾ നൽകാതിരുന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം.